ഓക്കെ ഗൈസ്, അപ്പോൾ #, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നാട്ടിലാണ് ഞാനുള്ളത്. ഞാൻ നീലേശ്വരം പോയിട്ടാ ഗൈസ്. ഞാൻ നേരെ മൈപ്പാടി കാസർഗോഡ് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഓക്കെ, ഇനി ഇവിടുന്ന് വേറെ പരിപാടി ഒന്നും ഉണ്ടായിട്ട് വന്നിട്ട് ഒന്ന് ആക്കണം എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിട്ട് അപ്പോഴാണ് എനിക്ക് മൻവിത്തിനെ കിട്ടിയത്. ഇതാണ് അപ്പു ഗൈസ്, നാട്ടിലെ ഗ്യാങ്. അത്രേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ നേരെ മധൂർ അമ്പലത്തിൽ പോകും ഗൈസ്. മധൂർ അമ്പലത്തിൽ ഇന്നോവേറ്റാക്കിയിട്ട് ബ്രഹ്മോത്സവം നടക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് അമ്പലത്തിലും കയറിയിട്ട് നോക്കിയിട്ടായിട്ട് നമ്മൾ തിരിച്ചു വരും. എന്നിട്ട് വേറെ അടുത്ത പ്ലാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പോയിട്ട് അവിടെ എത്തിയിട്ട് വരാം ഗൈസ്. ബൈ. അപ്പോൾ ബ്രഹ്മോത്സവത്തിൻ്റെ പരിപാടിക്കുള്ള എല്ലാ സംഭവവും ഇവിടുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ പൂ? ഇതെല്ലാരായിട്ട് നൈറ്റ് ഏകദേശം ഒരു 10-12 മണി വരെ വന്നിട്ട് അടുത്ത പണിയൊക്കെയാണ്. ഓക്കെ ഗൈസ്, ഇവിടുന്ന് അമ്പലത്തിന്റെ അടുത്ത് വരെ മധൂർ പഞ്ചായത്ത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഫുള്ള് കളറാണ്. വരുന്ന ഗസ്റ്റ് VIP എല്ലാവർക്കും ഞെട്ടിപ്പോവും ഇങ്ങനത്തെ സംഭവം കണ്ടിട്ട്. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാം കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, എന്തായാലും നമ്മ അങ്ങോട്ട് പോവാ ഗൈസ്. ഓക്കെ, ബൈ. ഗൈസ്, അപ്പൊ നമ്മൾ അമ്പലത്തിലെത്തി ഗൈസ്. എത്തി ഗൈസ്. ഈ സൈഡായിരുന്നു ഗൈസ് മുമ്പ് എന്താ ഉള്ളില് എൻട്രൻസ് ഉണ്ടായത്. പക്ഷെ ഇപ്പൊ അത് മാറി, പുതിയ വീട്ടിലേക്ക് കെട്ടി. സോ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അവിടെ കുറെ അറിയുന്ന ആൾക്കാരുണ്ടോ ഗൈസ്? എല്ലാവരും പണിയെടുക്കാൻ വേണ്ടി ചിലപ്പോൾ നിർബന്ധിക്കുമല്ലോ. അപ്പൊ പണിയെടുക്കാം നോക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ഉള്ളിൽ കയറട്ടെ ഗൈസ്. ഓക്കെ, ഉള്ളിൽ കയറിയപ്പോഴാണ് കണ്ടത് ഒരു യുദ്ധത്തിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഗൈസ് എന്തായാലും അങ്ങോട്ട് പോട്ടെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഗൈസ് പണിയെടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ അതിന്റെ ആവശ്യമില്ല. ഗൈസ് ഫ്രണ്ടിലൊക്കെ എത്തിയിട്ട് എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക, റിന്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടെ. പണ്ട് ഇവിടെ ഇങ്ങനെയല്ലല്ലോ ഇപ്പൊ ഉണ്ടായത്. ഇല്ല, എല്ലാം മാറി. അതുകൊണ്ട് ഞാൻ വരാണ്ട് തന്നെ കുറെ നേരം ഗൈസ്. മൊത്തത്തിൽ ഞാൻ വിചാരിച്ച പോലെയല്ല ഗൈസ്, മൊത്തത്തിൽ മാറി. ഞാൻ പണ്ട് വരുമ്പോ ഇങ്ങനെ ആയിരുന്നില്ല. പണ്ട് തന്നെ നാട്ടിൽ തമ്പലം തന്നെയാണ് എപ്പോഴും ഞാൻ നടക്കെടുക്കുക. പക്ഷെ എന്നാലും ഞാൻ പുറത്ത് അവിടെ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും വരാനൊന്നും പറ്റാറില്ലല്ലോ. സോ ഇപ്പൊ വരുമ്പോഴത്തേക്കും ഫുള്ള് മാറി ഗൈസ്, അടിപൊളി ആക്കിയിട്ടുണ്ട്. ഗൈസ് എന്തായാലും ഇപ്പൊ ഞാൻ ഒന്ന് ഇഷ്ടട്ടെ ശ്രദ്ധിച്ചോ. ഞാൻ പണ്ട് ഇങ്ങനെ ഉണ്ടായതല്ല, പണ്ടത്തെ വീഡിയോ എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം. പക്ഷെ നോക്കിയപ്പോൾ ഫുള്ള് നൈസായി. അത് അവിടെ പെയിന്റിങ് ഒക്കെ അടിപൊളി അല്ല പൂ എന്നാ പറയാനുള്ളത്. പണ്ട് മറ്റേ സൈഡിലുണ്ടായി, പണ്ട് വേറെ എന്തോ ഇരിക്കായിരുന്നു. ഇപ്പൊ ഒക്കെ അടിപൊളിയായി. ഏതാ കൊള്ളാം. എന്തായാലും മൊത്തത്തില് ഒരു വലിയ മാറ്റം തന്നെ വന്നിട്ടുണ്ട്. എല്ലാം ഫുള്ളായിട്ട് റിലേറ്റ് ചെയ്തു. അവിടെയൊക്കെ കൊറേ വർഷമായില്ലേ, കൊറേ വർഷമായി തുടങ്ങിയിട്ട്. ഇപ്പോ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി മാർച്ച് 27 തൊട്ട് ഏപ്രിൽ 7 അങ്ങനെ എന്തോ തോന്നുന്നു. ഓക്കെ, 28 തൊട്ട് ഇവിടെ ബ്രഹ്മോത്സവമാണ്. ഓക്കെ, എല്ലാരും വരണം. ആദ്യമായിട്ട് പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു ഗൈസ്. ഗൈസ് ഇത് മൊത്തത്തിൽ പണി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇത് അവിടെ ആരോ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. എന്തോ മറ്റേ എന്നാണ് അതിന് പറയാ, അവരെന്താ പറയുന്നത്, ഇന്റർവ്യൂ പോലത്തെ പ്രൊമോ പോലത്തെ എന്തോ വീഡിയോ അവര് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അമ്പലത്തിനെ കുറിച്ചിട്ടൊക്കെ. സംഭവം അതാ, പൊട്ടച്ചെരുപ്പ് മുമ്പിലല്ലേ ഉണ്ടല്ലോ, കാലില്ലേ നടന്നു. ഈ സൈഡ് കൊണ്ടുവന്നു കഴിച്ച്. ഇത് ബാക്ക് ഇതിൽ എന്തായാലും ചെരുപ്പിട്ടിട്ട് ഞാൻ പുറത്തുള്ള കാണിച്ച. പുറത്തിറങ്ങിയപ്പോൾ ഇച്ചിരി കളി അടിച്ചു. എന്താ പറയുന്നപ്പോ JCB ഉണ്ട്, ഇവിടെ തോട് സൈഡിൽ പുഴ തോട് വലിയ സംഭവം ചെറിയായിരുന്നു. അവിടെ ഉണ്ട് ഒരു ടച്ച് കഴിച്ച്
അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് പണിയെടുത്തു. പുറത്തൊക്കെ നടക്കുമ്പോൾ കഴിച്ചുകൊണ്ട് ഇവിടെ ഒരു മുതുക്ക് സ്റ്റേജ് അല്ലേ, ഒരു മുതുക്ക് സ്റ്റേജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ താഴെ ഇവിടെ നാട്ടിലത്തെ ഒരു എന്ത് കുളിത്ത വെച്ചിട്ടുണ്ട്, കുനിത്ത വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാണ് കഴിച്ചത്. എന്തായാലും കൊള്ളാം, ഭയങ്കരമായിട്ട് പരിപാടി നടത്തുന്നുണ്ട്. ആൾക്കാരുണ്ട് കഴിച്ചു. ഇവരൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യണം കഴിച്ചു. പ്രാക്ടീസ് ചെയ്തിട്ട് അറിയില്ല, ഒരു ദിവസം ഇത് കളിക്കുന്ന കാണും കഴിച്ചു. കാണിക്കാം, പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ഇവിടെ ഈ മുതുക്ക് സ്റ്റേജിന്റെ പണി നടക്കുന്നതിന്റെ ഇടയില് ഞാൻ അപ്പുറത്തുള്ള വലിയ സ്റ്റേജ് കണ്ടു. അവിടെ ഫുഡിന്റെ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അപ്പൊ ഫുഡിന്റെ ഒക്കെ അപ്പൊ അതും കൂടി ഒന്ന് കണ്ടിട്ട് തരാന്ന് വിചാരിച്ചു. അവിടെ കാണുന്നതാ, ഇടയിലേക്ക് കൂടി കാണത്തില്ല. നോക്കട്ടെ കാഴ്ച. ഓക്കെ, ഇവിടെ എത്തിയപ്പോഴാണ് കണ്ടത് ഇത്ര വലുതായിരുന്നു. ദൂരത്താണുമ്പോ ഇത്ര വലുതൊന്നുമില്ലല്ലോ. അപ്പൊ നോക്കിയ കഴിച്ചത് എത്രക്ക് ഉണ്ട് നോക്ക്, മൈതാനം പോലെ. മൈതാനം തന്നെ പറയാ. എത്ര വലുതാന്ന് പറയും. അത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോ ചിലപ്പോ വലുതായിട്ട് തോന്നില്ല. പക്ഷെ പോസ്റ്റിന്റെ തടിയൊരു നോക്കും. ആരും എന്നിട്ട് പിണറായി വരുന്നുണ്ടോ? സുരേഷ് ഗോപിയെല്ലാം കുറെ ആള് വരുന്നുണ്ട്. മറ്റേ നിർമ്മല സീതാരാമൻ, പിന്നെ കൊറേ മന്ത്രിമാരും മറ്റേ സെൻട്രൽ ഗവൺമെന്റിന്റെ എന്തോ വരുന്നുണ്ട്. എനിക്ക് ആരും പേരറിയില്ല. നേട്ടന്മാര് പറഞ്ഞോണ്ട് എന്തായാലും എത്രയോ വലിയ എൻട്രൻസ് നോക്കി ഇതുപോലെ റോഡ്. ഇടയ്ക്ക് കണ്ടിങ്ങനെ കുളിര് കയറുന്നത്. എന്റെ അമ്മോ എത്രക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഈ പരിപാടി പൊളിക്കണം. പറഞ്ഞു ആ വണ്ടി കൊടുക്കാണെന്നാ പറഞ്ഞു. ഗൈസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൂനെ ബന്ധപ്പെടേണ്ടതാണ്. ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഉറുപ്പ്യക്ക് നമുക്ക് ഇതാക്കാം, ഡീലാക്കാം. ചെറിയൊരു എമൗണ്ടിന് സെറ്റാക്കാം. ശരി ഗൈസ്, എന്നാ പോട്ടെ. ഒക്കെ കേട്ട് വെക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പുറത്തേക്ക് എത്താൻ അപ്പൊ നിനക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇവിടെ പണിയെടുത്ത ഗൈസ് ഇവിടെയൊക്കെ കൊറേ വിറക് ഉണ്ടായിന് ഗൈസ്. ആ വിറകൊക്കെ വണ്ടിയിൽ കയറ്റിട്ട് വണ്ടി എവിടെയോ ആ വണ്ടിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആ സൈഡ് കൊണ്ടിട്ട് താഴെ ഇട്ടായിരുന്നു. പട്ടി പടയല്ലേ എത്രയോ കൊന്നു കൂടിയിട്ടുണ്ടായി ആ മരമൊക്കെ. ഇവിടെ മൊത്തം ഉണ്ടായിന് ഗൈസ്, മൊത്തം വൃത്തിയാക്കിയതാ. എന്തായാലും ഇവിടുന്ന് ഇറങ്ങുക. നേരെ നമ്മള് അടുത്ത പരിപാടി നോക്കട്ടെ. ഞാനെന്തായാലും പുറത്തിറങ്ങി നമ്മൾ നേരെ അനന്തപുരം പോവാം ഗൈസ്. അനന്തപുരം കുന്നിന്റെ മുകളിൽ പോയിരിക്കുക ഗൈസ്. നാട്ടിലെ ഗ്യാങ്ങിനെല്ലാം കൂട്ടിയിട്ട് എന്താ പറയുന്ന അപ്പോ സെറ്റാക്കാം, പോവാം. ഓക്കെ, അപ്പൊ എല്ലാരും കൂട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോവാൻ നോക്കട്ടെ. ഓക്കെ ജീവു നോക്കൂ, ജീവു ഓടല്ലേ ഗൈസ്. നാണക്കേടായിട്ട് ഓടിപ്പോയി ഗൈസ്. നാട്ടിലത്തെ ഗ്യാങ് നോട്ട് വന്നിട്ട് നാട്ടിലത്തെ ഗ്യാങ് ആരും ബ്ലോഗിൽ എഴുതില്ല ഗൈസ്. സങ്കടമൊന്നും ഇല്ല എനിക്ക്. എന്റെ ബ്ലോഗിനെ കുറിച്ച് അഭിപ്രായം പറ. എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാല് ഇവർക്കായിരിക്കും വലിയ താല്പര്യമൊന്നുമില്ല ഗൈസ്. പിന്നെ എല്ലാരും വന്നിട്ടുമില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിക്കും വേണ്ടിയിട്ടെല്ലാം പറ്റി തിരക്കിലാണ് ഗൈസ്. ഭ്രാന്ത് കളിക്കുന്നുണ്ട്. ക്യാമറ കണ്ടാ മിണ്ടാണ്ടിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോ ഇവിടെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടിക്കൊണ്ടിരുന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും എന്തായാലും. രാമഭദ്രൻ തല്ലിയവൻ. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാരജീവിയാണ്. വികാരജീവി. ഇപ്പൊ പറഞ്ഞ നീയില്ലേ, ഞാൻ പറയട്ടാ. ഇപ്പൊ ഇതിന്ന് ഡേറ്റ് എത്ര? 16 2025 2027 മാർച്ച് 15 വർഷ 100 അടിച്ചിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോ വീഡിയോയിലുള്ളതൊന്നുമല്ല ഗൈസ്.
വീഡിയോ എടുക്കാത്ത സമയത്ത് നമ്മൾ വേറെ തന്നെ വൈബാണ്. പക്ഷെ വീഡിയോ അവർക്ക് അത്ര താല്പര്യമില്ല. സോ പോയി അവർ വേറെ പോയി തിരക്കുണ്ട് പറഞ്ഞിട്ട് അവർ പോയി ഗൈസ്. ഓക്കെ, ഞാനപ്പോൾ ഉണ്ട് ഇപ്പോൾ നമ്മുടെ പോന്ന് ഫുഡ് കഴിക്കാൻ പോയാലോ ഗൈസ്. എന്താ ഐഡിയ എന്നറിയില്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് പോട്ടെ. ഓക്കെ ഗൈസ്, ഇവിടുന്ന് അങ്ങനെ ഒരു സൺസെറ്റും കണ്ടിട്ട് ഞാൻ നേരെ ഇവിടുന്ന് പോകണം ഗൈസ്. ഓക്കെ, അതേ കണ്ടോ. ഓക്കെ ഗൈസ്, ഞാനും അപ്പോൾ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അവസാനം വീട്ടിൽ പോകാൻ നാട്ടിൽ. അങ്ങനെ ഞാനും അപ്പോൾ ടീ ടൈം റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. ദിസ് ഈസ് അപ്പോൾ. ഓക്കെ, ഞാൻ 2 ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിച്ചിട്ട് ശേഷം പോകുന്നു ഗൈസ്. ഒന്നിക്കൽ വീട്ടിൽ പോകും, അല്ലെങ്കിൽ നാട്ടിൽ ചേട്ടന്മാരെ കാണുന്നത് തോന്നിരിക്കുക. അറിവൻ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ തന്നിട്ട് അവരെ പോക്ക് ചിലപ്പോൾ ഞാൻ വാങ്ങിക്കേണ്ടി വരും ഗൈസ്. നോക്കട്ടെ, എന്തായാലും ഇവിടെ നടക്കും. ഫുഡ് കഴിച്ചിട്ട് അവിടെ ഗൈസ് ഷവർമ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാനിത് കഴിച്ചിട്ട് ഇറങ്ങട്ടെ. ഓക്കെ, ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി നേരെ ഇനി നാട്ടിലേക്ക്. ഓക്കെ ഗൈസ്, സമയം നല്ലോണം രാത്രിയായി. ഞാൻ എൻ്റെ നാട്ടിലെത്തിയിട്ട് താഴെ ഫ്ലെക്സ് ഒക്കെ ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കുറേ പണിയെടുത്ത ശേഷം ഇപ്പോൾ അതേ വീട്ടിലെത്തിയത്. അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്, എടുത്തില്ല. എനിക്ക് ഒരു മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ വീട്ടിലെത്തി ഗൈസ്. ഇനി അടുത്ത നല്ലൊരു വ്ളോഗിൽ കാണാൻ. നല്ല ടയർഡാണ്. ഓക്കെ, ഞാൻ പോട്ടെ. ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റാ.